ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 20 അധ്യായത്തിലും സെയിം ഡ്രാമ ഒരുപോലെ നടക്കുകയാണ്. 20 അധ്യായത്തിൽ അബിമേലെക്ക് വില്ലനാണ്, സാറ നായികയാണ്, അബ്രഹാം നായകനാണ്. 26 അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം നായകൻ ഇസഹാക്കാണ്, നായിക റബേക്കയാണ്. വില്ലൻ മാറുന്നില്ല, അബിമേലെക്ക് തന്നെയാണ്. സെയിം പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യുകയാണ്. അബ്രഹാമിൻ്റെ തലമുറയിൽ അബിമേലെക്ക് ഏത് സ്തോത്രം ക്രമത്തിലാണോ ആക്രമിച്ചത് അതേ രീതിയിലുള്ള ആക്രമണം അടുത്ത തലമുറയിലുള്ളതായ ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിൽ നേരെ ഇതാ കടന്നു വന്നിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നിന്റെ അപ്പൻ്റെ ഭൂതം ചത്തിട്ടില്ല. അപ്പൻ മരിക്കും, പക്ഷെ അപ്പൻ്റെ ഭൂതം ചത്തിട്ടില്ല. അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും, സ്തോത്രം, പക്ഷേ ആ ഭൂതം ചത്തിട്ടില്ല. പൂർവികർ മരിച്ചു, പക്ഷേ ആ പൂർവികരുടെ പോരാട്ടം ചത്തിട്ടില്ല. അത് തലമുറയായി. ഓ, നീ പുന്നവിള വീട്ടിലുള്ളതാണല്ലേ, അടുത്ത തലമുറയിൽ സ്തോത്രം ഞാൻ നിന്നെ വെട്ടും. അവർക്ക് 45-ൽ ഡയബറ്റിക് വന്നു, നിനക്കും 45-ൽ ഡയബറ്റിക് ഉണ്ടാകും. അവർക്ക് 37-ൽ ഹൈപ്പർ ടെൻഷൻ വന്നു, നിനക്ക് 37-ൽ ഹൈപ്പർ ടെൻഷൻ വരും എന്ന് പറഞ്ഞ് നിന്റെ നോക്കി, നിന്റെ വയസ്സ് നോക്കി ഏതൊക്കെയോ ജംഗ്ഷനിൽ വാളോങ്ങി അന്ധകാര ശക്തി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവ് പറയുന്നു അത് ഫലിക്കത്തില്ല. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ വ്യത്യാസം നിന്റെ കുടുംബക്കാരുടെ നടുവിൽ, നിന്റെ ആരോഗ്യത്തില്, നിന്റെ സമ്പത്തില്, നിന്റെ ജീവിതത്തില് കർത്താവ് പ്രത്യക്ഷമായി ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോവാ.